അതെ, ഞാൻ ഉറങ്ങുമ്പോ കൂർക്കം വലിക്കും. ഇനിയിപ്പോ മൂക്ക് വെട്ടി ടേബിളിൽ വെച്ചിട്ട് കിടന്നുറങ്ങാനുള്ള വിദ്യ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഭർത്താവിന്റെ അതിഭയങ്കരവും അതിഭയാനകവുമായ കൂർക്കം വലി കാരണം ദയവായി ഡിവോഴ്സ് തരണമെന്ന് വാദിക്കും. ശ്രീധർ, ദിസ് ഈസ് ദ റൈറ്റ് മൊമെന്റ്. നഷ്ടമായ മുറപ്പെണ്ണിനെ സ്വന്തമാക്കാനുള്ള സുവർണ അവസരം. ജെറാം, ഞാനൊരു സെൻസിറ്റീവ് സ്ലീപ്പറാണ്. നാളെ വാങ്ങിക്കാം. അയ്യോ, അതല്ല, എനിക്ക് കൂർക്കം വലിയായിട്ട് ഉറക്കം വരൂല. ജയറാം, താൻ നേരത്തെ എണീറ്റാറോ? ഉറങ്ങിയാലല്ലേ എണീക്കാൻ പറ്റൂ. ചെറുതായിട്ട് കൂർക്കം വലി ഉണ്ടായിരുന്നല്ലേ? ഫ്രണ്ട്സൊക്കെ എപ്പോഴും പറയും. ചെറുതാ? ജെറാമിന്റെ കൂർക്കം വലിക്ക് പഞ്ചായത്ത് മുഴുവൻ മൂക്കി കയറുമല്ലോ. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ജെറാമെ, ഞാനൊരു സെൻസിറ്റീവ് സ്ലീപ്പറാ. അതെന്ന് തോന്നുന്നു. അത് ഈ ചെറിയ സൗണ്ട് ആയിട്ട് തന്നെ എൻ്റെ ഉറക്കം ബ്രേക്കാവും. പിന്നെ ഉറങ്ങാനും പറ്റൂല. എടോ, ഇതിനൊന്നും താങ്ങിന് ടെൻഷൻ അടിക്കണ്ട. ഇതൊക്കെ 3-4 ദിവസം കഴിയുമ്പോൾ അങ്ങ് ശീലമായിക്കോളൂ. ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട്. ആര്യ, നീ ഒന്ന് പതുക്കെ കഴിയും. എന്തെത്ര അത്യാവശ്യം? അത്യാവശ്യം ഉറങ്ങാം. ഉറങ്ങിക്കോ, ആ കട്ടിലാരും എടുത്തോണ്ടൊന്നും പോകില്ലല്ലോ. ദൈവമേ, ജയറാം വരണേന് മുന്നേ എനിക്ക് ഉറങ്ങാൻ പറ്റണേ. അല്ലെങ്കിൽ കൂർക്കം വലിയിട്ട് എനിക്ക് ഒരു ബോള് കണ്ണടയ്ക്കാൻ പറ്റൂല. ജയറാം, ഇവിടെ അടുത്ത് ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോർ ഉണ്ടെങ്കിൽ നിർത്തുക. ജയറാം, ജയറാം! എന്തായാലും ഭാഗ്യമുണ്ടോ മക്കളെ, ചെറിയൊരു പോറലല്ലേ പറ്റിയുള്ളൂ. ഇവള് കണ്ടില്ലായിരുന്നെങ്കിൽ നീ ഉറങ്ങി വേറെ വലിയ വണ്ടിയിലെങ്ങാനും ചെന്ന് ഇടിച്ചെന്നെങ്കിലോ? അങ്ങനെയൊന്നും ഉണ്ടാവൂലമ്മ. ഇന്നലെ എനിക്കൊന്നും ഉറങ്ങാൻ പറ്റിയില്ല. ചുമ്മയാണമ്മ. അമ്മയുടെ മരുമോ മാത്രമേ ഇപ്പോൾ ഈ വീട്ടിൽ ഉറങ്ങണുള്ളൂ. അങ്ങനെയൊന്നുമല്ലമ്മ, ഇന്നലെ മാത്രമേ അങ്ങനെ സംഭവിച്ചോളൂ. ആ, കൊള്ളാം. എൻ്റെ പൊന്നമ്മ, നമ്മളൊരു 30 സെക്കൻഡ് മിണ്ടായിരുന്നു, അപ്പം ജയറാം ഇരുന്ന് ഉറങ്ങും. ഈ രാത്രി ഇങ്ങനെ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങണ ഒരു മനുഷ്യന് രാവിലെ ഉറക്കം മാറാത്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും ദൈവമേ, ഇതിലിങ്ങനെ അങ്ങ് പോയി. ശരി സാർ, ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാം. ആ ശരി. എന്താണൊരു ദേഷ്യം? എന്നെ സസ്പെൻഡ് ചെയ്തു. എന്തിന്? പഠിപ്പിക്കുന്ന ടീച്ചർ ക്ലാസ് ഇരുന്ന് ഉറങ്ങിയ പിന്നെ മെഡലൊന്ന് ആദരിക്കോ? എടി, അവൻ നീ എന്തിന് എൻ്റെ അടുത്ത് ചൂടാവണത്? ഞാൻ നിങ്ങളുടെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ, ഞാനൊരു സെൻസിറ്റീവ് സ്ലീപ്പറാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന്. എന്റെ അവസ്ഥ പറ്റി എനിക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടോ?
എടി എനിക്കിപ്പോ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അറിഞ്ഞൂടാ, എന്നെ കൊണ്ട് പറ്റില്ല ഇത്. ഒരു ദിവസം ഉറങ്ങാതിരുന്നാൽ തന്നെ മനുഷ്യന് ഭ്രാന്ത് ഓടിക്കും. ഇതിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് 10 ദിവസമായി. ആകെ കൂടെ ഒരു 10 മണിക്കൂറോളം ഞാൻ ഉറങ്ങിയിട്ടില്ല. എടി ആരെങ്കിലും അറിഞ്ഞോണ്ട് കൂർക്കം വലിക്കുവോ? അപ്പൊ കൂർക്കം വലിക്കുമെന്ന് അറിയാലോ, എന്നിട്ട് അത് മാറ്റി താൻ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഉറക്ക ഭ്രാന്തിനാണല്ലോ നിയമം എനിക്ക് കിട്ടിയത്. അതെ, ഞാൻ ഉറങ്ങുമ്പോ കൂർക്കം വലിക്കും. ഇനിയിപ്പോ മൂക്ക് വെട്ടി ടേബിളിൽ വെച്ചിട്ട് കിടന്ന് ഉറങ്ങാനുള്ള വിദ്യ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. നിനക്ക് പറ്റുമെങ്കിൽ സഹിക്ക്. എനിക്ക് പറ്റൂലെങ്കിലോ? പറ്റൂലെങ്കിൽ കളഞ്ഞിട്ട് പോ. അല്ലാതെ പിന്നെ ഞാൻ എന്തോന്ന് പറയാം? ഈ ലോകത്ത് വേറെ ആരും കൂർക്കം വലിക്കാത്തതുപോലെ. എടി, നിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് നിനക്ക് സസ്പെൻഷൻ കിട്ടിയത്. നീ വെറുതെ അത് എന്റെ തലയിലോട്ടാക്കല്ലേ. രണ്ടു ദിവസം മുമ്പേ ഞാൻ ഇവിടെ വന്നപ്പം നിങ്ങൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ എന്ത് പറ്റി ഇത്ര പെട്ടെന്ന്? മാമി, എവളെന്നെ വിളിച്ച് കാറും എടുത്തുകൊണ്ട് വരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കരുതിയത് ഇവിടെ വന്ന് 2 ദിവസം നിൽക്കാൻ വേണ്ടി ചോദിക്കണമായിരിക്കും. പക്ഷെ കാറിയിരുന്ന് ഇവള് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ അറിയണത് കൊടും ക്രൂരനാണവൻ. ക്രൂരനാ? എന്ത് ക്രൂരത അവൻ ചെയ്തത്? കല്യാണം കഴിഞ്ഞ് മാമിയുടെ മോളെ അവൻ ഉറക്കിയിട്ടില്ല. കൂർക്കമ്പരി കാരണം ഉറക്കിയിട്ടില്ലാന്ന്. ഉറക്കം കിട്ടാതെ ക്ലാസ്സിൽ പിള്ളേരെ ഫ്രണ്ട് ഇരുന്ന് ഞാൻ ഉറങ്ങി. ഇത് കണ്ട് പ്രിൻസിപ്പൾ എന്നെ സസ്പെൻഡ് ചെയ്തു. അത് പറഞ്ഞപ്പോ അയാൾ പറയോ എന്റെ പിടിപ്പേടുണ്ടാണെന്ന്. എന്റെ ബുദ്ധിമുട്ട് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളാണെന്ന് നേരത്തെ അറിഞ്ഞ എന്റെ ഭാഗ്യം. ഇനി ഞാൻ ആ സിംഹക്കൂട്ടിലോട്ട് ഇല്ല. എടി, ഇല്ലെന്ന് പറഞ്ഞ് നീ ഇനി ഡിവോഴ്സ് ചെയ്യാൻ പോവേണ? നീ എന്തോന്ന് പറഞ്ഞ് ഡിവോഴ്സ് വാങ്ങും? എന്തിനെന്ന് പറഞ്ഞ് വക്കീൽ വാദിക്കും? ഭർത്താവിന്റെ അതിഭയങ്കരവും അതിഭയാനകവുമായ കൂർക്കം വലി കാരണം ദയവായി ഡിവോഴ്സ് തരണമെന്ന് വാദിക്കും. എന്താ ജഡ്ജി നിന്നെ കല്ല് പറക്കി? എന്തോന്ന് മാമി? അമ്മ ഈ വീഡിയോ നോക്ക്. ഇത് കണ്ട ഏത് ജഡ്ജി എനിക്ക് കണ്ണു മൂട്ടി ഡിവോഴ്സ് തരും. മയക്കോടി വെച്ച പോലെ ഈ സൗണ്ടിൽ ഉറങ്ങാൻ പറ്റൂല. എനിക്കിനി അയാളെ വേണ്ട. അല്ലെങ്കിൽ ഇത് മാറ്റിയിട്ട് വരട്ടെ, അപ്പൊ നോക്കാം. ആര്യേ, ഒരു ശരാശരി കൂർക്കമ്പലിക്കാരന്റെ കൂർക്കമ്പലി അയാളുടെ മരണം വരെ അയാളെ വിട്ട് പോയില്ല. ഇറ്റ്സ് ഇൻക്യൂറബിൾ. മക്കളെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. ഈ നിസ്സാര കാര്യത്തിന് ഇങ്ങനെ എന്തോന്ന് മാം, ഇതൊക്കെയാണ് നിങ്ങളുടെ കുഴപ്പം. അമ്മ, എനിക്കൊരു ചെറിയ സൗണ്ട് കേട്ടാൽ തന്നെ ഉറങ്ങാൻ പറ്റില്ല. നമുക്ക് നന്നായിട്ട് അറിയാം. ഇത് അറിഞ്ഞിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറയണ കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരണത്. എന്റെ അഭിപ്രായത്തിന് ഞാൻ ഉറച്ചു നിൽക്കും. മാമി വിചാരിക്കും പോലെ ഇത് നിസ്സാര വിഷയമല്ല. നമ്മളെ കൊച്ചിന് മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. ഇതവൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ അവൾക്ക് BP-യിൽ വേരിയേഷൻ വരും, സ്ട്രോക്ക് വരെ കൊണ്ടെത്തിക്കും. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ നമ്മളെ കൊച്ചിനെ അവൾ തിരിഞ്ഞു നോക്കുന്നു മാമിക്ക് തോന്നണം. ഇനി അഥവാ അവൾ അഡ്ജസ്റ്റ് ചെയ്തെന്ന് വെച്ചോ, ഇവ ഇതേപോലെ ഉറങ്ങി വണ്ടിയെ കൊണ്ട് എവിടെയെങ്കിലും ഇടിച്ച് അവളുടെ തല പൊട്ടി ചോര വന്ന് സ്റ്റിച്ചിട്ട് നിർത്ത്. എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ആണല്ലോ. അപ്പൊ ഡിവോഴ്സാണ് മാമി ഏക വഴി. മക്കളെ, നമ്മൾ എന്ത് പറഞ്ഞ് ഡിവോഴ്സ് വാങ്ങും? മാമി ക്രോണിക് കൂർക്കമ്പലിക്കാരനായ ഭർത്താവ്, സെൻസിറ്റീവ് സ്ലീപ്പറായ ഭാര്യ, ഇവർക്ക് ജന്മത്തൊരു മുറിയിൽ ഒന്നിച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റൂല. ഇതിനേക്കാളും വലിയൊരു റീസൺ വേറെ എന്തോന്ന് വേണോ യുവർ ഓണർ? മക്കളെ, നീ ഒരിക്കൽ കൂടി അവനെ വിളിച്ച് സംസാരിക്ക്, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ശ്രീധർ, ദിസ് ഈസ് ദ റൈറ്റ് മൊമെന്റ്. നഷ്ടമായ മുറപ്പെണ്ണിനെ സ്വന്തമാക്കാനുള്ള സുവർണ അവസരം. ഞാൻ സംസാരിക്കാം മാമി. അതൊന്നുള്ളൂ. വാടാ, ഇരിക്ക്. രേവതി, എന്താ ഞാൻ പറഞ്ഞ കാര്യം? ഇതിന് മരുന്നുണ്ടോ? മരുന്നില്ല. അയ്യോ. എടാ, ഞാൻ മരുന്നില്ലെന്നല്ലേ പറഞ്ഞോളൂ. ഇതിന് പരിഹാരം ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. എടാ, നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്തെ നമ്മുടെ ഉൾനാക്ക് പുറകോട്ട് വന്ന് അടയുകയും അത് കാരണം മൂക്കിലേക്കുള്ള ശ്വാസം അകത്തേക്ക് കയറാതാവുകയും ചെയ്യും. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ വായിക്കൂടെ ശ്വസിക്കാൻ ശ്രമിക്കും. ആ സമയത്ത് ഈ ഉൾനാക്ക് കിടന്ന് വൈബ്രേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന സൗണ്ടാണ് ഈ കൂർക്കം വലി എന്ന് പറയുന്നത്. ഈ പലരും കൂർക്കം വലിച്ച് ഉറങ്ങുന്നത് കേൾക്കുമ്പോഴേ നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ തനിക്ക് പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ പകൽ സമയത്ത് ഇരുന്ന് ഉറങ്ങുന്നത്. ഈ ഡീപ്പ് സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ എല്ലാ ഓർഗൻസിൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യും.
പിന്നെ ഇത് കാരണം സ്ട്രോക്കും BP യും ഡയബറ്റീസും വരെ വരാൻ ചാൻസ് ഉണ്ട്. അല്ല, അപ്പം ആ കാരണങ്ങൾ കൊണ്ടാണോ ഞാൻ ഈ ഡ്രൈവ് ചെയ്യുമ്പോഴും എനിക്ക് ഉറക്കം വരുന്നത്? എക്സാക്ട്ലി. ഇനി ഈ കൂർക്കം വലി അതുള്ളവരെ മാത്രമല്ലല്ലോ, ഒപ്പം കിടക്കുന്ന ആളെ അത് അഫക്റ്റ് ചെയ്യത്തില്ലേ? പുള്ളിക്കാരി ഈ സൗണ്ടൊക്കെ കേട്ട് എങ്ങനെ ഉറങ്ങാനാ? പോരാത്തന്നെ തൻ്റെ വൈഫാണെങ്കിൽ ഒരു സെൻസിറ്റീവ് സ്ലീപ്പറുമാണ്. ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എടാ, ആദ്യം നമ്മുടെ ഡയറ്റ് നേരെ ആക്കണം. നീ പിന്നെ പണ്ടേ ഭയങ്കര ഫുഡി ആണല്ലോ. പിന്നെ പൊതുവേ ഈ അമിതവണ്ണവും ഇതിനൊരു മേജർ റീസൺ ആണ്. അതുകൊണ്ട് നമ്മുടെ വെയിറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, റെഗുലറായിട്ട് എക്സസൈസും ചെയ്യണം. പിന്നെ ഇതൊക്കെ ഒന്ന് നോർമൽ ആവുന്നത് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ഉണ്ട്. രാത്രി കിടക്കുമ്പോഴേ അത് മൂക്കിൽ കടുപ്പിച്ചിട്ട് കിടന്നാൽ മതി, കുറുക്കം വലി വരില്ല. നമ്മുടെ ബോഡിയിലേക്കുള്ള എയർ ഫ്ലോ ആ ഡിവൈസ് കൺട്രോൾ ചെയ്തോളൂ. രേവതി, എന്ത് വേണമെങ്കിലും ചെയ്യാം, എനിക്കെൻ്റെ ലൈഫാണ് വലുത്. നീ വിഷമിക്കാതെ. എന്തായാലും നമുക്കൊരു സ്ലീപ്പ് സ്റ്റഡി നടത്താം. നമ്മൾ തരുന്നൊരു ഡിവൈസേ നീ ബോഡിയിൽ ഫിക്സ് ചെയ്തിട്ട് കിടക്കണം. അതിൻ്റെ റീഡിങ് എടുത്ത ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി കിടക്കുമ്പോഴേ അത് വെച്ചിട്ട് കിടക്കും. നാളെ രാവിലെ ഞാൻ റീഡിങ് എടുക്കാൻ വീട്ടിലോട്ട് വരാം. ഓക്കെ? ശരി. ലേഡീസ് ചപ്പൽ സംഭവം ഇറുക്ക്. അനാശാസ്യം അല്ലല്ലേ, ഇവനൊന്നും ശ്വാസം മുട്ടല, ഒരു വയ്യാത്തവൻ തന്നെ. ഒരു വീഡിയോ എടുത്ത് വയ്ക്കാം, ആവശ്യം വരും. ഊരിക്കൊടടി ഊരിക്കൊട്. തൻ്റെ സ്ലീപ്പ് സ്റ്റഡിയിലേ ഓക്സിജൻ്റെ അളവ് കുറവാണ്. പക്ഷെ അത് കുഴപ്പമില്ല, ഇതിനൊക്കെ നമുക്ക് സൊല്യൂഷനുണ്ട്. ഇവിടെ തന്നെ ഞാൻ ഇറങ്ങട്ടോ, എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടി ഉണ്ട്. താങ്ക് യു രേവതി, എനിക്ക് ഇതിന് സൊല്യൂഷൻ ഉണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ സമാധാനമായി. നീ പോളാ, ചുമ്മാ ഫോമലാകാതെ. ശരി, അപ്പോൾ ഞാൻ പോട്ടെ. ശരി. ശരിയടാ, ബൈ. വാടാ വാ. പോയല്ലേ, ഒന്നും അറിയാത്തവരാക്കാം. എൻ്റെ മുറപ്പെണ്ണിനെ എങ്ങനെ തിരിച്ചു പിടിക്കണമെന്ന് എനിക്കാ. വാ, ഞാൻ ആരെയും അങ്ങോട്ട് വിളിക്കാൻ വരെ ഇരിക്കുകയായിരുന്നു. എൻ്റെ കൂർക്കം വലിക്കുള്ള സൊല്യൂഷൻ കിട്ടി. ഇപ്പം ഡോക്ടർ അങ്ങോട്ട് പോയതേ ഉള്ളൂ. സൊല്യൂഷൻ കിട്ടിയ അപ്പം അതിനായിരുന്നു അവൾ വന്നിട്ട് പോയത്. ശ്രീ, എന്താ ആലോചിക്കുന്നത്? ജെറാമേ, താൻ ഇത്ര പാവമായി പോയല്ലോ. അല്ലെങ്കിൽ പാവങ്ങളെ പറ്റിക്കാനല്ലേ എളുപ്പം. താൻ ഇനി ആരെയെ വിളിച്ചിട്ടോ കൂർക്കം വലി മാറ്റിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അല്ല, എന്താ കാര്യം? കാരണം തൻ്റെ കൂർക്കം വലി അല്ലേ ആര്യയുടെ പ്രശ്നം. പിന്നെ ഞാനതിങ്ങനെ തൻ്റെ അടുത്ത് പറയും, എനിക്ക് തന്നെ സ്വയം ലജ്ജ തോന്നുന്നു. ശ്രീ, എന്തുണ്ടെങ്കിലും തുറന്നു പറ. ജയറാമേ, അവൾക്ക് കല്യാണത്തിന് മുമ്പ് ഒരു ബന്ധം ഉണ്ടായിരുന്നു. അവനാണ് അവൾ കല്യാണം കഴിക്കാൻ നിന്നത്. പക്ഷെ ആ ചെറുക്ക ഒരു പാവപ്പെട്ട കുടുംബത്തിലായതുകൊണ്ട് എൻ്റെ ടോക്സിക് മാമി പിടിച്ച പിടിയായിട്ട് തന്നെ പിടിച്ച് കെട്ടിച്ചതാണ്. ഇപ്പൊ അവൾക്ക് എങ്ങനെയെങ്കിലും തന്നെ ഒഴിവാക്കി അവൻ്റെ കൂടെ പോകണം. പക്ഷെ ഇത്രയും തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരനെ എങ്ങനെ ഒഴിവാക്കിയിട്ട് പോകും? അതിന് അവൾക്കിപ്പോൾ കിട്ടിയ കച്ചിത്തുരുമാണ് തൻ്റെ കൂർക്കം വലി. അതിൻ്റെ പേര് ഡിവോഴ്സ് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഡിവോഴ്സോ? അതെ, അവൾക്ക് തന്നെ വേണ്ട, അവനെ മതി. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു, ലോകത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണ് ചെറിയൊരു കൂർക്കം വലിയുടെ പേരും പറഞ്ഞ് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ നിൽക്കൂ? ലോകത്താരും വലിക്കാത്തതാണോ കൂർക്കം വലി? കഷ്ടം. ജയറാം ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ എന്തിനാ എൻ്റെ സ്വന്തം മാമിയുടെ മോളെ ഇങ്ങനെ തള്ളി പറയണമെന്ന്. അവളുടെ കൂടെ കളിച്ച് വളർന്നവനാണ് ഞാൻ, സമ്മതിച്ചു. പക്ഷേ എനിക്ക് സ്വല്പം മനസാക്ഷി ഉണ്ടായിപ്പോയി. നിസ്സാരം ഒരു കൂർക്കം വലിയുടെ പേരൊക്കെ പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം ചതിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് യോജിക്കാൻ പറ്റില്ല ജയറാമേ. അത് ഒരു അലവലാതിയിലൂടെ ജീവിക്കും.
ജയറാമിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. താൻ അവൾക്കൊരു ഡിവേഴ്സ് കൊടുത്ത് അവളെ ഒഴിവാക്കും. തനിക്ക് വേറെ നല്ല പെണ്ണിനെ കിട്ടും. ജയറാമേ, എൻ്റെ മാമിയുടെ മോള് ചെയ്ത തെറ്റിന് ഞാൻ തന്നോട് സോറി പറയാൻ. സോറി. നമുക്കിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും മാമി? വക്കീലിൻ്റെ അടുത്ത് പേപ്പർ മൂവ് ചെയ്യാൻ പറയാം. ഇങ്ങനെയൊക്കെ ആവുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടാണ്. മാമി ഇങ്ങനെ കരയില്ലേ? അത് കാണുമ്പോഴാണ് എനിക്കും കൂടെ വിഷമമാവണം. എടാ മക്കളെ, ഇതായി പോയല്ലോടാ അവളുടെ വിധി. ഇനി അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമോ? ആര് വരും ഇനി രണ്ടാം കെട്ടിന്? മാമി, ഞാൻ ഇല്ലേ? മാമിക്ക് നല്ലൊരു പയ്യനെ ഞാൻ കൊണ്ടുവരും. മാമി സമാധാനപ്പെടുക. മാമി. ആര്യ, 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 ഇതാ എൻ്റെ സ്ലീപ്പ് സ്റ്റഡി റിപ്പോർട്ട്. ഒരല്പം വെയിറ്റും കുറച്ച് എക്സസൈസും ഉണ്ടെങ്കിൽ എൻ്റെ കൂർക്കമ്പലി പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ അതിൽ മാറിയില്ലെങ്കിൽ ഞാൻ ഒരു ഡിവൈസ് വാങ്ങിച്ചിട്ടുണ്ട്. അതും വെച്ച് രാത്രി കിടന്നാൽ പിന്നെ ഒരു ശബ്ദവും കേൾക്കാൻ പറ്റില്ല. തനിക്ക് നല്ല രീതിയിൽ ഉറങ്ങുകയും ചെയ്യാം. ഇപ്പോൾ തൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിയില്ലേ? പ്ലീസ് ആര്യ, എൻ്റെ കൂടെ വാ. എന്തിന്? അവിടെ വേറെ ആളുണ്ടല്ലോ. വേറെ ആളാ? ആര്? തനിക്ക് നാണമുണ്ടോ? കല്യാണം കഴിഞ്ഞ് 10ന്റെ അന്ന് ഭാര്യ പിണങ്ങി പോയ ഗ്യാപ്പിൽ വേറെ പെണ്ണ് വിളിച്ചു കയറ്റാൻ. ആര്യ, നീ ഇത് എന്തൊക്കെ വിളിച്ചു പറയണത്? ഇതെന്താ പിന്നെ? എന്താ തനിക്കൊന്നും പറയില്ലേ? പറയാനുണ്ടെങ്കിൽ ഇവിടെ ആർക്കും കേൾക്കാൻ സൗകര്യമില്ല. നേരെ പടിയോട്ടരുത്. ഇറങ്ങാ വെളിയിൽ. എന്തിനാ കിടിക്കണം? അവള് വേണ്ടെന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും ഭ്രാന്തായ? കൊള്ളാം, സൂപ്പർ ട്വിസ്റ്റ്. ഇനി ഞാൻ അങ്ങോട്ടൊരു ട്വിസ്റ്റ് വന്നാലാ? സ്ത്രീ ദർശ. അവൾക്ക് കല്യാണത്തിന് മുമ്പ് ഒരു ബന്ധം ഉണ്ടായിരുന്നു. അവനാണ് അവൾ കല്യാണം കഴിക്കാൻ നിന്നത്. പക്ഷെ ആ ചെറുക്ക് ഒരു പാവപ്പെട്ട കുടുംബത്തിലായോണ്ട് എന്റെ ടോക്സിക് മാമി പിടിച്ചവടിയാൻ തന്നെ പിടിച്ച് കെട്ടിച്ചതാണ്. ഇപ്പൊ അവൾക്ക് എങ്ങനെ തന്നെ ഒഴിവാക്കി അവൻ്റെ കൂടെ പോണം? മാമി, ഇത് ഫേക്കാണ്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എടാ, ഈ ട്വിസ്റ്റൊക്കെ വല്ല 7-ാം കൂലി സിനിമയിലും വർക്കാവും. നീ അവിടെ വന്ന് രഹസ്യമായിട്ട് വീഡിയോ എടുക്കണതൊക്കെ ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നീ അകത്ത് കയറി ഉടനെ ഫോൺ റെക്കോർഡർ ഓണാക്കി ഞാൻ വെച്ചതും അവിടെ നിന്ന് അപ്പം പോയ ആളെ കുറിച്ചുള്ള വിവരം നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് നീ പറഞ്ഞതൊക്കെ എനിക്ക് ബോണസ് ആയിരുന്നു. എങ്ങനെ തോന്നിയടാ നമ്മളെ അടുത്ത് നിനക്ക് ഇങ്ങനെ കാണിക്കാൻ? ഇറങ്ങടാ, ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. ജയറാമേ, സോറി. എടോ, സോറി ഞാനല്ലേ പറയണ്ടേ? തൻ്റെ അവസ്ഥ മനസ്സിലാക്കാതെ ഞാൻ പെരുമാറിയില്ലേ? പിന്നെ ഒരു താങ്ക്സ്. എന്തിന്? പലരും നിസ്സാരമായിട്ട് കാണുന്ന ഈ കൂർക്കമലി എൻ്റെ ഹെൽത്തിനെ എത്രമാത്രം അഫക്റ്റ് ചെയ്തെന്ന് ഞാൻ മനസ്സിലാക്കിയത് താൻ കാരണം. താങ്ക്സ്. കൂർക്കമ്പലി മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാണെന്ന് പലർക്കും അറിയാം. പക്ഷേ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ഈ കൂർക്കമ്പലി നമ്മുടെ ഹെൽത്തിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്നും ഇത് മാറ്റാൻ ഒരു സൊല്യൂഷൻ ഉണ്ടെന്നും ഇന്നും പലർക്കും അറിയില്ല. US-ലൊക്കെ പങ്കാളികൾ തമ്മിൽ ഡിവേഴ്സ് ആകാനുള്ള മേജർ റീസണിലൊന്നാണ് ഈ കൂർക്കമ്പലി. കാരണം ഉറക്കമില്ലായ്മ പാർട്ട്ണറിൻ്റെ ഹെൽത്തിനെയും സാരമായിട്ട് ബാധിക്കും. ഇനി ഇതിൽ ചിലർക്ക് കൂർക്കം വലിച്ചുറങ്ങുന്ന സമയത്ത് ഉറക്കത്തിനിടയിൽ തന്നെ ശ്വാസം നിന്നു പോകുന്നൊരവസ്ഥ വരാറുണ്ട്.
അതിനെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഹാർട്ടിനെയും ലങ്സിനെയും ബ്രെയിനിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഗുരുതരമായ പ്രശ്നമാണ്. ഉച്ചത്തിലുള്ള കൂർക്കം വലി, ഉറക്കത്തിനിടയിൽ ശ്വാസം കിട്ടാതെ ഞെട്ടി ഉണരുക, വണ്ടി ഓടിക്കുമ്പോഴും ജോലിക്കിടയിലും അറിയാതെ ഉറങ്ങിപ്പോവുക, പകൽ സമയത്തുള്ള അമിതമായ ക്ഷീണം, ഇതെല്ലാം സ്ലീപ്പ് ആപ്നിയയുടെ ലക്ഷണങ്ങളാണ്. നമുക്ക് സ്ലീപ്പ് ആപ്നിയ ഉണ്ടോ അല്ലെങ്കിൽ അത് സിവിയർ ആണോ എന്നൊക്കെ ഒരു സ്ലീപ്പ് സ്റ്റഡിയിലൂടെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. പിന്നെ കൂർക്കം വലിക്കുന്നവരിൽ ഒരു വലിയ വിഭാഗം അമിതവണ്ണമുള്ളവരാണ്. ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എക്സസൈസ് ചെയ്യുകയും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് പൊക്കത്തിനനുസരിച്ചുള്ള വണ്ണം മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഇപ്പോൾ കൂർക്കം വലി ഒഴിവാക്കാനുള്ള ഡിവൈസുകളും ലഭ്യമാണ്. ഇനി നിങ്ങൾ കൂർക്കം വലി മൂലം ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ ഇതിനെ നിസ്സാരമായിട്ട് കാണാതെ ഒരു സ്ലീപ്പ് സ്പെഷ്യലിസ്റ്റിൻ്റെയോ ഡോക്ടറിൻ്റെയോ സഹായം തേടുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. കൂർക്കം വലി മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ടോ പാർട്ട്ണറോ കൂർക്കം വലിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക. ഇനിയെങ്കിലും ആരും കൂർക്കം വലിയെ നിസ്സാരമായിട്ട് കാണാതിരിക്കട്ടെ. ഇനി നിങ്ങൾ കൂർക്കം വലി മൂലം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കംഫർട്ടിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ച് സ്ലീപ്പ് സ്റ്റഡി നടത്താൻ സൈലന്റ് നൈറ്റിൻ്റെ എക്സ്പേർട്സിനെ കോൺടാക്ട് ചെയ്യുക. SK ടോക്സിൻ്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണുക. SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയാണ് മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ. ഇതേ നൽകുന്ന